കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോലീസ് മർദ്ദനത്തിനെതിരെ ഇന്ന് പുറത്തുവന്നത് 2 പരാതികളാണ്. അസിസ്റ്റന്റ് കമ്മീഷണർക്കും ടൗൺ സിഐക്കുമെതിരെ മർദ്ദന ആരോപണവുമായി KSU നേതാവ് രംഗത്തെത്തി. 2023 ഡിസംബർ 21 നടന്ന DDE ഓഫീസ് മാർച്ചിനിടെ ക്രൂരമായി മർദ്ദിച്ചെന്ന് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. താൻ പോലീസിനെ ആക്രമിച്ചെന്ന് കഥയുണ്ടാക്കിയെന്നും സൂരജ് പറഞ്ഞു. പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളുമാണ് മരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. 2023 ഡിസംബർ മാസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് DD ഓഫീസിലേക്ക് DDയെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ KSUവിൻ്റെ 10-20ഓളം ഭാരവാഹികൾ പോകുന്നു. ഒരു 9 ആളുകൾ അതിനുള്ളിൽ കയറി സംസാരിക്കുന്നു. അത് പോലീസിനെ അറിയിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കസബാസിയായിരുന്ന കൈലാസാന നേതൃത്വത്തിൽ സംഘം ആളുകൾ കയറി വരികയാണ്. വന്ന് ഞങ്ങളെ പിടിച്ചു വലിച്ച് ഒരു സമരത്തിനോടും ചെയ്യാത്ത മര്യാദഘട്ട രീതിയിൽ ഞങ്ങളെ ഓഫീസ് മുറിയിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് അങ്ങനെ അത് കസബ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കസബ സ്റ്റേഷനിലെത്തി ഞങ്ങളവിടെ എല്ലാവരെയും ഒരുമിച്ച് നിലത്തിരുത്തുന്നു. അവിടെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ എന്നെ ഉന്തിത്തള്ളി താഴേക്കിടുന്നു. അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകനെ കുത്തിന് പിടിക്കുന്ന സമയത്ത് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ കൈ പിടിച്ച് തിരിച്ച് നിലത്തൂടെ വലിച്ച് അവിടെ പുള്ളിക്ക് അരിശം തീർക്കാനെന്നോളം ലോക്കപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടു. മുന്നിൽ നിന്ന് എൻ്റെ കൈ വീണ്ടും മുന്നോട്ട് വലിച്ചു നിലത്തിടുകയാണ്, തലയടിക്കുന്ന രീതിയിൽ. അങ്ങനെ വലിയ ടോർച്ചറിങ്ങിന് ആ സ്റ്റേഷനിൽ ഞാൻ വിധേയമായിട്ടുണ്ട്. അതേസമയം പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സഹോദരങ്ങൾ രംഗത്തെത്തി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് മുഹമ്മദ് മുസ്തഫയ്ക്കും സഹോദരൻ മുഹമ്മദ് മുനീഫിനും സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. നമ്മൾ കല്ലായി ഭാഗത്തൂടെ ഞാനെൻ്റെ കാക്കോണി പോകുമ്പോൾ വണ്ടിയെ റോഡ് മുതൽ ഒരു ബൈക്കിൽ ഉരസി. അപ്പോൾ നമ്മൾ കുറച്ച് സംസാര വിഷയമായിട്ട് വെച്ച് ചെറിയ ബ്ലോക്കായി. അപ്പോൾ അവിടെ നിന്ന് ട്രാഫിക് പോലീസ് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫൈനാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കാര്യം പറഞ്ഞതേനു, ഇങ്ങനെ വണ്ടി തട്ടിക്കണേ. ഇപ്പോൾ ഓപ്പോസിറ്റ് ആൾ വിളിക്കില്ല. അപ്പോൾ നമ്മൾ പരാതി തരാൻ പറഞ്ഞ് ഒരു ഓപ്പോസിറ്റ് ആൾ വിളിച്ചു. വന്നപ്പോൾ അവർ തമ്മിൽ എന്തോ പരിചയമുള്ള ആളാണ്. ഒരു ഭയങ്കര കോണ്ടാക്ട് നമ്മളൊരു ഒറ്റപ്പെടുത്തി. അപ്പോൾ എൻ്റെ ബ്രദർ ഉണ്ടെങ്കിൽ കൂടെ ഓൻ പറഞ്ഞ് വണ്ടി തട്ടിക്കണേ, പാടോ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടേനു. അപ്പോൾ പോലീസുകാർ വന്നിട്ട് പരാതി മടക്കിയിട്ട് ഓരോ കീശ കിട്ടിട്ട് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലാണ്ടെങ്കിൽ തുടച്ച്. അപ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ വീഡിയോ എടുത്ത്. അപ്പോൾ പോലീസുകാർ അതിൽ കുറേ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് ബ്രദർ നിന്നിട്ടില്ല. അപ്പം അങ്ങനെ ബ്രദറിനെ പിടിച്ചുകൊണ്ടുവന്ന വീഡിയോ ആണ്. അത് ആ വീഡിയോ ആണ് ഞാനെടുത്ത്. അപ്പം ഇനി ഉള്ളിൽ കയറ്റി പിന്നെ 2 ആൾ ഫോണും പിടിച്ചു പിന്നെ സ്റ്റേഷനുള്ളിൽ കൊണ്ട് സെല്ലിന് മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുന്നു. കുറേ പറഞ്ഞു ഫോൺ ഡിലീറ്റ് ആയി, ലോക്കർ നിർത്താൻ പറഞ്ഞു, ഒന്നും ചെയ്തു കൊടുത്തില്ല. ഇനി കുറേ പിന്നെ ഉപദ്രവിച്ച്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. രതീഷ് വാസ്തവൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. രതീഷ്, ഇത് എല്ലാ ജില്ലകളിലും ഇങ്ങനെ തുടരുകയാണ്. ഈ കോഴിക്കോട്ടെ പരാതികളിൽ ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണ് ഒന്ന്, അതിന് 2023-ലേതാണ്. കഴിഞ്ഞ വർഷത്തെ കേസാണ് മറ്റൊന്ന്. ഇതിലൊക്കെ പരാതി ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? നടപടികളിലേക്ക് പോകാത്തതിന്റെ കാരണം എന്താ? രുചീഷ്, തീർച്ചയായും 2 സ്വഭാവത്തിലുള്ള സംഭവങ്ങളാണുള്ളത്. ഒന്ന്, ഒരു പൊതുപ്രവർത്തകനെതിരെ ഒരു സമരത്തിൻ്റെ ഭാഗമായി പോലീസ് കേസെടുക്കുന്നു, അകാരണമായി അദ്ദേഹത്തെ മർദ്ദിക്കുന്നു എന്നതാണ് ഒരു സംഭവം. അത് ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു. അതുമാത്രമല്ല, വളരെ ബോധപൂർവം CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് മർദ്ദിക്കാനുള്ള ശ്രമം നടത്തി. വളരെ ജനാധിപത്യപരമായി നടന്ന സമരത്തെ വളരെ ബോധപൂർവം ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ആക്രമിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള VT സൂരജ് പറഞ്ഞത്. വലിയ തരത്തിൽ അവശനായി മർദ്ദനത്തെ തുടർന്ന്. മാത്രമല്ല, അന്ന് പ്രതിപക്ഷ നേതാവ് ജില്ലയിലുണ്ട്, അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കാണാൻ വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മർദ്ദിച്ച് അവശ നിലയിലായ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ പോലീസ് തയ്യാറായത്. അത്തരത്തിൽ പൊതുപ്രവർത്തകർക്ക് പോലും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം പോലീസിൽ നിന്നുണ്ടാകുന്നു. ഇത് ഏത് തരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അനാവശ്യമായി പോലീസിൻ്റെ തന്നെ ഈ ജനമൈത്രി പോലീസിൻ്റെയൊക്കെ വലിയ സേവനം സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പൊതുപ്രവർത്തകർക്ക് പോലും ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. മറ്റൊന്ന്, 2 സഹോദരങ്ങൾക്ക് ഒരു ചെറിയ ട്രാഫിക് ലംഘനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്റ്റേഷനിലെത്തുന്നത്. എന്നാൽ പരാതി നൽകിയ ആളെ പ്രതിയാക്കുന്ന തരത്തിലുള്ള പോലീസ് സമീപനം, പിന്നീട് മർദ്ദിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മർദ്ദിച്ചു എന്ന് പറയുന്ന SI ഉൾപ്പെടെ 2 പേരെ ആ സ്റ്റേഷനിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നു എന്നതിൽ ഒതുങ്ങുന്നു ആ ശിക്ഷാ നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, അതിനുശേഷം CCTV ഉൾപ്പെടെ ചോദിക്കുമ്പോൾ അത്തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് സാങ്കേതികമായി തരാൻ കഴിയില്ല എന്നതാണ്. അത്തരത്തിൽ അനാവശ്യമായ മർദ്ദനത്തിലേക്ക്, അനാവശ്യമായ അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിലേക്ക് മനഃപൂർവ്വം പോലീസ് പോകുന്നത് എന്ത് എന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ചോദിക്കുന്നത്, സാധാരണക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നത്.
ഒരു പൊതുപ്രവർത്തകനും ഇത്തരത്തിൽ അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഈ സാഹചര്യം ഉണ്ടെങ്കിൽ സാധാരണക്കാരനായ ആളുകൾക്ക് എങ്ങനെയാണ് പോലീസിൽ നിന്ന് നീതി ലഭിക്കുക എന്ന ആശങ്കയാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നത്. നിരവധി പേർ ഇത് സംബന്ധിച്ച് പരാതിയായി രംഗത്ത് വരുന്നുണ്ട്. ഈ സഹോദരങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും അതുപോലെ തന്നെ ഈ ശിക്ഷാ നടപടികൾ കാര്യക്ഷമമല്ല, കുറച്ചുകൂടി കൂടുതലായി അവർക്കെതിരെ നടപടിയെടുക്കണം, തങ്ങളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി ടി സൂരജും അത് സംബന്ധിച്ച് പരിശോധിച്ച ശേഷം പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രുജീഷ്. ശരി രതീഷ്, കോഴിക്കോട്ടെ 2 സംഭവങ്ങളാണ് പോലീസിനെതിരായ ആരോപണം, പോലീസിനെതിരായ പരാതികളാണ് ഇപ്പോൾ കണ്ടത്. നമുക്ക് ആ മുഹമ്മദ് മുസ്തഫയും സഹോദരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു. വീഡിയോ എടുക്കാൻ അധികാരമുണ്ട് ഇവിടെ. രതീഷ് വാസ്തവൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. രതീഷ്, ഈ ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു താൽക്കാലിക നടപടി പോലും ഉണ്ടാകാത്ത സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ആ ക്രൂരമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഈ പോലീസ് ക്രൂരതയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ചർച്ചയായത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് പുറത്തു നിന്ന് എടുത്തതാണ്, CCTV ദൃശ്യങ്ങളല്ല. ആ തരത്തിൽ ഉള്ളിൽ പോയി ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നൊന്നും നാട്ടുകാർക്ക് അറിയില്ലേ. പുറത്തുനിന്നുള്ള ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു മർദ്ദനമെങ്കിലും നാട്ടുകാർ അറിയുന്നത്. രുജീഷ്, തീർച്ചയായും ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി ബോധ്യപ്പെടുകയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി അതിനുശേഷമാണ് 2 പോലീസുകാർക്കെതിരെ SI സുഭാഷ് ഉൾപ്പെടെയുള്ള 2 പേർക്കെതിരെ നടപടിയെടുത്തത്. അവരെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടി പോലും ഉണ്ടായത് ഈ ദൃശ്യങ്ങളുടെ പിൻബലത്തിൽ മാത്രമാണ്. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ മുസ്തഫ ചിത്രീകരിച്ച വീഡിയോ പൂർണ്ണമായും അവർ ആൻഡ്രോയിഡ് ഫോണാണ്, അത് വാങ്ങി പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. പക്ഷേ ഈ അനുജൻ്റെ അടുത്തുണ്ടായിരുന്ന ദൃശ്യങ്ങൾ കയ്യിലുണ്ടോ എന്ന് മാത്രമാണ് ഗൗരവമായി പരാതി എടുക്കണം എന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും പോലീസിനുണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, കൂടുതൽ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ തെളിവുകൾ പോലീസിനെതിരെ ഉണ്ടാവും, കൂടുതൽ പ്രതിഷേധങ്ങൾ. കോഴിക്കോട്ടെ 2 സംഭവങ്ങളാണ് കണ്ടത്. അതിൽ ഏറ്റവും ഒടുവിലെത്തത് മുഹമ്മദ് മുസ്തഫയെയും സഹോദരനെയും മർദ്ദിച്ച ദൃശ്യങ്ങൾ. അത് ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ഒരു താൽക്കാലിക നടപടിക്ക് പോലീസ് തയ്യാറാവുകയും ചെയ്തു.